ഉത്തർപ്രദേശിലെ മുറാദാബാദുകാരാണ് അലി സഹോദരന്മാരുടെ പൂർവികർ. റാംപൂരിലെ ഉദ്യോഗസ്ഥനായിരുന്ന അബ്ദുൾ അലി ഖാൻ ആബാദി ബാനു സാഹിബ ദമ്പതികളുടെ മക്കളാണ് അലി സഹോദരന്മാർ. കുടുംബാംഗങ്ങളുടെ എതിർപ്പിനെ വകവെക്കാതെ ബീയമ്മ മക്കളെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനയച്ചു. ബറേലി സ്കൂളിൽ നിന്ന് മെട്രിക്കുലേഷൻ പാസ്സായ ഷൗക്കത്ത് അലി അലിഗഡ് കോളേജിൽ ചേർന്നു. അലിഗഡിലെ മികച്ച ക്രിക്കറ്റ് താരമായിരുന്നു ഷൗക്കത്ത് അലി. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കിയ മുഹമ്മദ് അലി റാംപൂരിലെ വിദ്യാഭ്യാസ വകുപ്പ് മേധാവിയായി. തുടർന്ന് ബറോഡ രാജാവ് സായാജിറാവു ഗെയ്ക്വാദിന്റെ ക്ഷണപ്രകാരം ബറോഡയിൽ ഉദ്യോഗം സ്വീകരിച്ചു. മുസ്ലിം ലീഗ് രൂപീകരണത്തിൽ മുഖ്യ പങ്കാളികളായിരുന്നു അലി സഹോദരന്മാർ. 1911 ജനുവരി 11 മുഹമ്മദ് അലി കൽക്കട്ടയിൽ നിന്ന് കോമ്രേഡ് എന്ന ഇംഗ്ലീഷ് വരിക ആരംഭിച്ചു. 1912 ബാൽക്കൻ യുദ്ധം ആരംഭിച്ചപ്പോൾ തുർക്കികളെ സഹായിക്കാനായി ഡോക്ടർ എം.എ. അൻസാരിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ക്രസന്റ് മിഷൻ എന്ന പേരിൽ ഒരു വൈദ്യസംഘത്തെ അയക്കുന്നതിൽ മുഹമ്മദ് അലി പ്രധാന പങ്ക് വഹിച്ചു. ബ്രിട്ടീഷ് നിലപാടുകളെ അതിനിശിതമായി വിമർശിച്ച അലി സഹോദരന്മാരെ 1915 മെയ് മാസത്തിൽ ജയിലിലടച്ചു. ഇതിൽ പ്രതിഷേധിച്ച് നിരവധി പ്രക്ഷോഭങ്ങൾ ഉണ്ടായെങ്കിലും ഇരുവരും ജയിൽ വിമോചിതരാവുന്നത് 1919 ഡിസംബർ 25-നാണ്. അമൃത്സർ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത സഹോദരന്മാർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വമേറ്റെടുത്തു. ഖിലാഫത്ത് ദൗത്യമായി ഇംഗ്ലണ്ടിലേക്ക് പോയ ത്തിന്റെ നേതാവ് മുഹമ്മദ് അലി ആയിരുന്നു. 1921 നവംബർ ഇരുവരും 1921 ആഗസ്റ്റിൽ മോചിതരായി. 1922 കാക്കിനാഡ കോൺഗ്രസ് സമ്മേളന അധ്യക്ഷൻ മുഹമ്മദ് അലിയായിരുന്നു. പഞ്ചാബിലെ കോൽഹട്ടിയിലുണ്ടായ ലഹളയെ അന്വേഷിച്ച കമ്മിറ്റിയിൽ ഗാന്ധിജിയും ഷൗക്കത്തും അംഗങ്ങളായിരുന്നു. ലഹളയുടെ കാരണക്കാർ ആയ കാര്യത്തിൽ ഇരുവരും ഭിന്നത പുലർത്തി. അകന്ന അലി സഹോദരന്മാർ പിന്നീട് കോൺഗ്രസ് സമീപനം കൈക്കൊണ്ടു. കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുക്കാതിരുന്ന ഒന്നാം വട്ട സമ്മേളനത്തിൽ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ചത് മുഹമ്മദ് അലി ആയിരുന്നു. ജനുവരി 2 മുഹമ്മദ് അലി ലണ്ടനിൽ അന്തരിച്ചു. ജെറുസലമിലെ ബൈത്തുൽ മുഫക്കസ് എന്ന സ്ഥലത്താണ് അടക്കം ചെയ്തത്. 1930